മൊത്തത്തിൽ ആഘോഷമല്ലേ, ഭയങ്കര രസമല്ലേ. ഒരുപാട് എന്താ പറയുക, കണ്ണൂർ സ്ക്വാഡ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു പടം റിലീസാവുകയാണ്. അത് ഇത്ര വലിയ കണ്ണൂർ സ്ക്വാഡിനേക്കാൾ വലിയ ബഡ്ജറ്റും ഒരുപാട് ദിവസങ്ങൾ ഷൂട്ട് ചെയ്ത പടം, വലിയ സ്റ്റാർ കാസ്റ്റ്, മമ്മൂക്കയുണ്ട്, ഓഫ് കോഴ്സ്, രാജ്ബി ഷെട്ടി, സുനിൽ, അങ്ങനെ തുടങ്ങി ഒരുപാട് ബീഡി ചേച്ചി, അങ്ങനെ ഒരുപാട് ആൾക്കാർ, വലിയ താരനിരകളുള്ളൊരു പടത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഒരുപാട് സന്തോഷം. ജനങ്ങൾ സ്വീകരിച്ചു, ഒരു ഭൂരിപക്ഷം ജനങ്ങൾ സ്വീകരിച്ചു, ഒരുപാട് സന്തോഷം. വിമർശനങ്ങളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, അതും സ്വീകരിക്കും, അതും ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ. ഇപ്പോൾ അമ്മയെ തല്ലിയാലും നല്ല രണ്ട് ഭാഗമുണ്ടെന്ന് പറയുന്ന പോലെ ഈ സിനിമയ്ക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷെ ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് പടം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിലൊരുപാട് സന്തോഷിച്ചു. ഡീഗ്രേഡിംഗ് ഉണ്ടോ? ഡീഗ്രേഡിംഗ് ആയിട്ട് ഞാനതിനെ കരുതുന്നില്ല. അത് വേറൊരു അഭിപ്രായ പ്രകടനമായിട്ട് മാത്രമേ കരുതുന്നുള്ളൂ. അങ്ങനെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവർക്ക് ചിലർക്ക് ഇഷ്ടപ്പെടാത്തവരുണ്ടാവുമായിരിക്കും, അവരത് തുറന്ന് പ്രകടിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. അതായത് 10 പേര് കാണുന്നുണ്ടെങ്കിൽ അതിൽ 8 പേർക്ക് ഇഷ്ടപ്പെടുന്നു, 2 പേർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആ ഒരു പ്രൊപ്പോർഷനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സന്തോഷം, രണ്ടും സന്തോഷം. വിമർശനങ്ങൾക്കും സ്വാഗതം, എന്താ പറയാ, എല്ലാത്തിനും സ്വാഗതം. എനിക്ക് തോന്നുന്നില്ല അത് കളക്ഷനെയും ബാധിക്കുന്നുണ്ട്, സിനിമയും ബാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ആൾക്കാർ അങ്ങനെ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടില്ല. പിന്നെ ജെന്യുവിനായിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവുമായിരിക്കും, അവർ തുറന്നു പറയുന്നുണ്ട്. എൻ്റെ അടുത്തും നമ്മുടെ പല സുഹൃത്തുക്കളും വിമർശനാത്മകമായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ എടുക്കുന്നുള്ളൂ, അത് ആരോഗ്യപരമായിട്ട് നമുക്ക് എടുത്താൽ മതി, അത്രയേ ഉള്ളൂ. അത് സിനിമയ്ക്ക് കലാപ്രവർത്തനത്തിന് നല്ലതല്ല. അല്ല, ഈ വ്യക്തിപരമായിട്ടുള്ള വിമർശനമുണ്ടല്ലോ, ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന വിമർശനങ്ങൾ വരുമ്പോൾ അതുണ്ട്. ചില പൊളിറ്റിക്സ് ഇത് വെച്ചിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ വിമർശനം. അതൊരു വിമർശനം ആരോഗ്യപരമായിട്ടുള്ള അല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരാൾ ഇവിടെ വന്ന് പറഞ്ഞുകൊണ്ടോ ഞാൻ മീഡിയയുടെ മുമ്പിൽ വന്ന് പറഞ്ഞുകൊണ്ടോ അത് ഇല്ലാതാവുന്നില്ല. അതിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇടപെടൽ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം അവർ പറയാനുള്ളവർ എന്തായാലും ഞാൻ ഇതേ പറയുള്ളൂ എന്ന് ഒരുങ്ങി തിരിച്ചിട്ടുള്ള ആൾക്കാർ അവർ പറയുക തന്നെ ചെയ്യും. നമുക്ക് അവരെ കായികമായോ നേരിട്ടിട്ട് ഒന്നും നേടാനില്ല. അവരെ അവരുടെ പാട്ടിന് വിടുക. പക്ഷെ അവർ മൂലം പടത്തിന് ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കളക്ഷനെ അത് ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത് വളരെയധികം സന്തോഷം. ഇപ്പൊ ഈ ദിവസങ്ങളിൽ പോലും 70% ഓക്യുപ്പൻസി ഉണ്ട്. ഇപ്പൊ നമ്മൾ പിന്നെ ഇന്ന് തിങ്കളാഴ്ച ആയിട്ട് പോലും ഉണ്ട്, തീർച്ചയായിട്ടും. ഈ പ്രേക്ഷകര് ഇങ്ങനത്തെ വിവാദം ഒന്നും ഏറ്റെടുക്കുന്നില്ല, നല്ല സിനിമയാണ് കാണും എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. തീർച്ചയായിട്ടും ഇത് എൻജോയ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഇങ്ങനെയുള്ള മാസ് ലെവലിലുള്ള പടം വന്നിട്ട് മലയാളത്തിൽ വന്നിട്ട് എത്ര കാലമായി? നമ്മൾ ഇതിനു മുമ്പ് വന്നിരിക്കുന്ന ഏതായിരുന്നു? തമിഴിലാണ് ജയിലർ എന്ന് പറഞ്ഞാൽ, അല്ല ലിയോ, ഇങ്ങനത്തെ പടമാണ് വന്നിരിക്കുന്നത്. മലയാളത്തിൽ ഇങ്ങനെ ഈ ഇതേപോലെ ഒരു ഗ്ലോറിഫിക്കേഷനുള്ള ടർബോ ജോസ് പോലത്തെ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ടുള്ള ഒരു പരിപാടി ആദ്യമായിട്ടൊന്നുമല്ല, കുറച്ച് കാലത്തിന് ശേഷമാണല്ലോ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഓഡിയൻസ് അത് എൻജോയ് ചെയ്യുന്ന ഓഡിയൻസ് അത് എൻജോയ് ചെയ്യുന്നുണ്ട്, അല്ലാത്തവർ അതിനെ വിമർശിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യാവുന്നവർ അവരും ശ്രമിക്കുന്നുണ്ട്. അതവർ ചെയ്തോട്ടെ, നമ്മൾ അതിൽ ഇടപെടേണ്ട കാര്യമില്ല. ഇതിൽ എന്തായാലും ശരിക്കും പറഞ്ഞാൽ മമ്മൂക്ക എന്നൊരു ലെജൻഡറിന്റെ ശരിക്കും അതാണ് ചർച്ച ചെയ്യേണ്ടതല്ലേ? പിന്നെ ചർച്ച ചെയ്തിട്ടില്ല തോന്നുന്നുണ്ട് എവിടെയെങ്കിലും. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ അടുത്ത് ഒരുപാട് പേര് പേഴ്സണലായിട്ട് വിളിച്ച് അഭിപ്രായം പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് മമ്മൂക്ക എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഈ ഒരു പ്രായത്തിൽ പുള്ളി എങ്ങനെ ഇത് ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരു പ്രായത്തിൽ എങ്ങനെ ഇത് ചെയ്തു എന്നുള്ളതിനേക്കാൾ പുള്ളി ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. അത് മമ്മൂക്കയുടെ ഒരു പാഷനാണ്. നമ്മൾ വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ണൂർ സ്ക്വാഡിൻ്റെ സമയത്ത് ഇത് പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും അത് ടർബോയിൽ ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ടർബോ ജോസ് എന്ന് പറഞ്ഞ പോലെ ടർബോ വൈശാഖ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഭയങ്കരമായിട്ടുള്ള കഠിനാധ്വാനമാണ് ഈ പടത്തിൻ്റെ ഔട്ട്പുട്ട് ഈ വിജയത്തിൽ ഇങ്ങനെ വന്ന് നിൽക്കാനുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഈ 2 വ്യക്തികളും നമ്മളെ മുൻനിന്ന് നമ്മളെ എല്ലാവരും ലീഡ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ആ വഴി സഞ്ചരിക്കുക എന്നുള്ള മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അവർ പറയുന്നത് കേൾക്കുക എന്നുള്ള മാത്രമേ ഞാനും ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളും ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് കിട്ടുമായിരുന്നോ വേറെ ആയിരുന്നോ എന്ന് എനിക്ക് അറിയില്ല. കാരണം ഇത്ര എഫേർട്ട് എടുത്ത് ചെയ്ത പടം അത് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ് നശിപ്പിക്കുന്ന മെയിനായിട്ടുള്ള കുറച്ച് റിവ്യൂവേഴ്സ് ഉണ്ട് കേരളത്തിൽ. അപ്പോൾ അവരോടൊക്കെ എന്താണ് പറയുന്നത്? അശ്വന്ത് ഗോകിനെ പോലത്തെ ആൾക്കാർ നെഗറ്റീവ് ഞാനിത് പറയുന്നില്ല. ഇത് പോസിറ്റീവ് നെഗറ്റീവ് രണ്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളായിട്ട് എടുത്തോട്ടെ. ഇത് ഇഷ്ടപ്പെട്ടില്ല ആ രീതിയിൽ വളരെ സിമ്പിളായിട്ട് എനിക്ക് പ്രയോഗിക്കാനാണ് ഇഷ്ടം. ഇപ്പോൾ അശ്വന്ത് കൊക്ക ആയിക്കോട്ടെ, ഉണ്ണി വ്ളോഗ്സ് ആയിക്കോട്ടെ, അലിൻ ജോസ് പെരേര ആയിക്കോട്ടെ, ആറാട്ടണ്ണൻ ആയിക്കോട്ടെ, ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇവർക്ക് എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ മഹാരാജ്യത്തുണ്ടെന്നേ. അതിൽ 1947 ഓഗസ്റ്റ് 15 നമുക്ക് കിട്ടിയത്. അവർ പറഞ്ഞോട്ടെ, അത് ഡീഗ്രേഡിംഗ് ആയിട്ട് ഞാൻ എടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ഡീഗ്രേഡ്. അത് പേഴ്സണലായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കാം, പക്ഷെ ഞാനത് എടുക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ ക്യാരക്ടറിനെ വിമർശിച്ചാലും വേറെ ഏത് ക്യാരക്ടറിനെ വിമർശിച്ചാലും അത് ആരോഗ്യപരമായിട്ട് മാത്രം എടുക്കാം. കാരണം ഓക്കെ, അത്
ഏതൊരു പടമായിക്കട്ടെ, ഇപ്പൊ പ്രേമം എന്ന് പറഞ്ഞ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് മലയാള സിനിമയിൽ വരുന്നത്. അതും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്, കണ്ണു സ്ക്വാഡ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്, മഞ്ഞുമൽ ബോയ്സ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്, ആടുജീവിതം ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്, ആവേശം ഇഷ്ടപ്പെടാത്ത ആൾക്കാർ, എല്ലാത്തിനും ഉണ്ട്. ഇത് ഭൂരിപക്ഷം ആർക്കാണെന്നുള്ളത് മാത്രമാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഭൂരിപക്ഷം ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോഴും നിറഞ്ഞ സദസ്സുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. ഓക്കെ എന്നല്ലേ, സന്തോഷം. ഇനി കാണാനുള്ള പ്രശ്നമുണ്ട്. വീണ്ടും കാണാം അടുത്ത പടത്തിൽ. ഓക്കെ ഓക്കെ. വലിയൊരു ലെജൻഡ്, ഇത്ര ഇന്ത്യ ആദരിക്കുന്ന ഒരു ലെജൻഡ്. അദ്ദേഹത്തിന്റെ ഒരു പടം ചെയ്ത് അത് ഇപ്പം വിസ്മയാണ് കാണുമ്പോൾ എല്ലാവർക്കും. അങ്ങനെ ഒരു പടത്തിന് ഡീഗ്രേഡിങ് വരുമ്പോൾ സങ്കടം തോന്നുമല്ലോ. അതെ, ഉറപ്പായും സങ്കടം ഉണ്ട്. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓരോരുത്തർ അവരുടെ രീതിയിൽ, അവരുടെ ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. നമ്മളെല്ലാം നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്ത് ഇതാക്കാൻ പറ്റത്തില്ല. ബിക്കോസ് അതിലൊരു ചെറിയൊരു ശതമാനം ആൾക്കാർ മാത്രം ആണ്. പിന്നെ അതും ഞാൻ റിവ്യൂ ആയിട്ട് ഞാൻ എടുക്കുന്നില്ല. ബിക്കോസ് നമ്മൾ ഓഡിയൻസിൻ്റെ ഓളം, നമ്മൾ തിയേറ്ററിൽ ഇരുന്ന്, ഇപ്പം ഞാനാണെങ്കിലും കുറച്ച് തിയേറ്റർ വിസിറ്റ് കണ്ടുവരുന്നത് കാരണം എനിക്കറിയാം ഓഡിയൻസിൻ്റെ ഓളം അത്രത്തോളമാണ്. അവരുടെ കയ്യടിയും അവരുടെ ഒരു ഓളമാണ് ഇതിൻ്റെ റിവ്യൂ. അല്ലാതെ ഓരോ ആൾക്കാർക്ക് അവരുടെ ഒപ്പീനിയൻ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതൊക്കെ അവരവരുടെ കാര്യം. പക്ഷെ അതല്ലാതെ ഇതാണ് ഇതിൻ്റെ റിവ്യൂ. ഓഡിയൻസിൻ്റെ തിയേറ്ററിലുള്ള ഓളമാണ് ഞാൻ റിവ്യൂ ആയിട്ട് കാണുന്നത്. അത് കാരണം ഇതൊന്നും ഇതിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. മൂവി ഈസ് ഗോയിങ് ഓൺ വെരി വെൽ. അത് പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഓഡിയൻസിന് അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട്, എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. മൂവി കാണുമ്പോൾ ആരും ഡിസപ്പോയിൻറ്റഡ് ആയിട്ടല്ല ഇറങ്ങുന്നത്. എല്ലാവരുടെയും ഫേസിൽ ആ സന്തോഷമുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ മൂവിയുടെ വിജയം. അതിൽ കൂടുതൽ ആരും റിവ്യൂവിന് അവരിങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു ഡീഗ്രേഡ് ചെയ്യാൻ നോക്കി ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരിക്കലും ബാധിക്കത്തില്ല. ഇപ്പം തന്നെ കളക്ഷൻ നിങ്ങൾക്കറിയാം 50 crores കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ തന്നെയാണ്.